നമസ്കാരം, ജാഗ്രത ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കോട്ടയത്ത് കഴിഞ്ഞ 80 വർഷം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കടയുണ്ട്, നമ്മുടെ സ്വന്തം ശിവൻചേട്ടന്റെ കട. ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ നമുക്ക് ശിവൻചേട്ടനോട് തന്നെ ചോദിച്ചറിയാം. എന്തൊക്കെയാണ് വിശേഷം? എങ്ങനെ അച്ഛൻ ഈ കട തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷം? ഞാൻ ഈ കട നടത്തിയിട്ട് ഇപ്പൊ 32 92 24 32 വർഷമായിട്ട് ഞാൻ നടത്തും. അതിന് മുമ്പ് ഒരു 50 വർഷക്കാലം 45-50 വർഷക്കാലം അച്ഛൻ നടത്തുക. അച്ഛൻ മരിച്ചതിന് ശേഷം ഇപ്പൊ ഒരു 80 വർഷത്തെ പാരമ്പര്യം ഈ കടയ്ക്ക്. ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ആളുകളൊക്കെ സാധാരണ സാമാന്യമായ കച്ചവടമുണ്ട്. പിന്നെ വെയില കണ്ട് കൂടുതൽ ആൾ കൊണ്ടുപോകുന്നുണ്ട്, ഈ ആയതുകൊണ്ട് കച്ചവടവും കൊണ്ടുപോകും. ഇപ്പൊ എങ്ങനെ നമ്മുടെ ഈ കടയിൽ വന്നപ്പോൾ നമ്മൾ ഒത്തിരി കണ്ട ഈ മുട്ടായികളുണ്ട്, അതിന്റെ എന്താണ് ഒരു പ്രത്യേകത? പഴയ കാലത്തെ ഭംഗികൾ ഇപ്പൊ ഈ ടൈപ്പ് തന്നെ കിട്ടാനില്ല. അച്ഛനുള്ള കാലത്തൊന്നും ഭംഗിയാണ്. എല്ലാ വെറൈറ്റി മുട്ടായികളും ഉണ്ട്. അതെങ്ങനെയാണ് നമ്മൾ ഈ പഴയ കാലത്തെ സാധനങ്ങളെല്ലാം നമ്മുടെ കടകളിൽ അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് തന്നെ നമ്മുടെ പഴമ തന്നെ സൂക്ഷിക്കണം എങ്ങനെയാണ് അച്ഛന് തോന്നുന്നത്? പഴയ മുട്ടായികൾ ഇപ്പം അധികം ഇല്ല. ഇപ്പോഴും പുതിയ മുട്ടായികൾ ഇപ്പൊ പൈസ അത് ഡയറി മറ്റൊക്കെ 1 രൂപ മുട്ടായിയൊക്കെ അല്ലായിരുന്നു. എന്നാലും അത് ഇപ്പോഴും ഉണ്ട്. ഒരു ഈ കൊടുക്കുന്ന ടൈപ്പ് മുട്ടായി, നാരങ്ങ മുട്ടായി അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ പഴയ കാലം പോലെ തന്നെ ഒരു പഴക്കടയായിരുന്നു അച്ഛനുള്ള കാലം പോലെ. പണ്ട് പോലെ തന്നെ എപ്പോഴും പഴമാണ്. അച്ഛനുള്ള കാലത്തും ഇപ്പോഴും ഏത് വെറൈറ്റി എപ്പോഴും ഉണ്ട്. നമ്മുടെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ കടയിലുണ്ടോ? ഇല്ല, അച്ഛനുള്ളപ്പോ അപ്പുറത്തെ കട മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഇതിനും കൂടെ എടുത്തുകൊണ്ട് ഇവിടെ ചെറിയ ടിഫിനും ചായയും കൊണ്ടുള്ള പരിപാടികളാണ്. പിന്നെ നമ്മളെ വീട്ടിൽ പഴവും പരിപ്പൂടെ ആ ഒരു കോമ്പിനേഷൻ അതെന്താണ്? അത് പഴത്തിനൂടെ പരിപ്പടയും പഴം കൂടെ ചപ്പത്ത് ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിവിടെ ചെറുകടികളുണ്ടല്ലോ, അതുകൊണ്ട് ആൾക്കാർ ചോദിക്കും പഴംപൊരി, ബീഫ് അങ്ങനെയൊക്കെ ഒത്തിരി സ്പെഷ്യലുകൾ വരുന്നുണ്ട്. അപ്പൊ അതിനകത്തൊരു വെറൈറ്റിയാണ് നമ്മുടെ പഴവും പരിപ്പൂടെ. പഴയ കാലത്തുള്ള ആൾക്കാരുടെ ഒരു ഉദ്ദേശമുള്ള സാധനമാണ് പരിപ്പൂടയും പഴവും. ഉണ്ടോ ആളുകൾ? അതെങ്ങനെയാണ് അത് പഴംപൊരിയും അല്ലെങ്കിൽ പരിപ്പൂടയും പഴവും ചെയ്യണം? നേരത്തെ നമ്മൾ തുടങ്ങിയ പോലെ എല്ലാ വെറൈറ്റി കടകളുണ്ട്. എല്ലാ ഐറ്റം കടകളുണ്ട്. പിന്നെ നാരങ്ങയുള്ള അങ്ങനത്തെ കൂടുതലും പോകുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ചൂട് ഏതെങ്കിലും രീതി നമ്മുടെ കച്ചവടത്തെ അല്ലെങ്കിൽ ഇതിനൊക്കെ ബാധിക്കും? ചൂടായതുകൊണ്ട് ആള് കുറവാണ്. ഇതെല്ലാം കച്ചവടത്തെ വലുതായിട്ട് ബാധിക്കുന്നില്ല. എന്തുള്ള നിരന്തരം നടക്കുന്ന കച്ചവടങ്ങൾ നടക്കുന്നു. ഒരു ദിവസം ആരംഭിക്കുന്ന തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രത്യേകത. ഞാനിവിടെ തിരുനക്കര എനിക്ക് വളർന്നു. ഈ ഭാരത ഹോസ്പിറ്റലിന്റെ പുറകിലായിട്ട് കുടുംബം ഒരു 3-4 വർഷമായിട്ട് കാരാപ്പുഴയിലോട്ട് മാറി താമസിക്കും. ചുഞ്ചേട്ടാ, പണ്ടത്തെ കാലത്താണോ അതോ ഇപ്പോഴത്തെ കാലത്താണോ ആളുകൾ കൂടുതലായിട്ട് കടയിലോട്ട് വരുന്നത്? അതോ പണ്ടായിരുന്നു ആള് കൂടുതലായിട്ട് വന്നുകൊണ്ടിരുന്നത്? അതോ ഇപ്പോഴും? പണ്ട് ആൾക്കാർ വളരെ കുറവായിരുന്നു. നടന്നു പോകുന്ന ആൾക്കാരും ഇതിലെ വണ്ടി സംവിധാനവും ഇല്ലായിരുന്നു. സ്ഥലം വണ്ടി കൂടുതലുള്ള ഇതല്ലേ. അന്ന് അധികം അങ്ങനെ ആളുകളൊന്നും വരത്തില്ലായിരുന്നു. ഇപ്പം കേട്ടറിഞ്ഞ് ഇപ്പൊ ആളുകൾ വരുന്നുണ്ട്. അല്ലാതെ സ്ഥിരമായിട്ടും ആൾക്കാരും ഉണ്ട്. നേരത്തെ മുതൽ വന്നുകൊണ്ടിരുന്നവരും സ്ഥിരം കസ്റ്റമേഴ്സ് ഇപ്പോഴും ഉണ്ട്. പഴയ കാലത്തൊക്കെ 2 മണിയാകുമ്പോൾ അച്ഛൻ അടച്ചോണ്ടിരുന്ന. അന്ന് ബസ്സില്ലാത്തതുകൊണ്ട് ബോട്ട് സർവീസ് ഉണ്ട്. പേപ്പർ പോയിട്ട് പോകുന്ന 1 മണിക്ക്. അപ്പൊ ആ 1 മണി കഴിഞ്ഞിട്ട് കട കളിച്ചു. ഇവിടെ രായമാളിൽ അവിടെ വീട് ആകുമ്പോൾ സ്ഥലം നടന്നാൽ മതി. 5 മിനിറ്റ് മതി വീട്ടിൽ പോകാനാണ്. അപ്പൊ അന്നൊക്കെ പഴയ കാലത്തൊക്കെ 1 മണി 2 മണിക്കൊക്കെ കട. അപ്പൊ എത്ര മണി മുതൽ നമ്മുടെ കട തുറക്കുകയും അടയ്ക്കുകയും? രാവിലെ 8:30 വരും. 8:30 തുറക്കും. 9-10 ആകുമ്പോൾ പോകും. ഞായറാഴ്ച അവധിയും. ഞായറാഴ്ച ചിലപ്പം പരിപാടി വേറെ പ്രോഗ്രാമുകളൊന്നും ഇല്ലെങ്കിൽ ഉച്ചവരെ ഇരിക്കും. പിന്നെ പോയിട്ട് വൈകുന്നേരം വന്നിട്ട്. കാലം മാറി, രൂപം മാറി, രുചികൾ മാറി, പുതിയ പുതിയ രുചികൾ വന്നു തുടങ്ങി. എന്നാൽ ഇപ്പോഴും നമ്മുടെ ശിവൻചേട്ടന്റെ കടയും ഒരു മാറ്റവുമില്ലാതെ ആ പഴയ രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുകയാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ശിവൻചേട്ടനുമൊപ്പമായിരുന്നു. എന്തായാലും ഇനിയും ഇങ്ങനെയുള്ള വിശേഷങ്ങളുമായി ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നതാണ്. കോട്ടയത്ത് നിന്ന് ടീം ജാഗ്രത.